ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം നമുക്ക് നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്ന റോമാലേഖനത്തിൽ നിന്ന് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് സമയം മാറ്റിവെക്കുകയാണ്. തുടർമാനമായിട്ട് ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നവർക്ക് ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് മനസ്സിലാകുവാനായിട്ട് എളുപ്പമാണ്. 8-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യത്തെ 17 വാക്യങ്ങളിൽ ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ ദൈവമക്കളിന്മേലുള്ള ശുശ്രൂഷകളെ കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. പ്രധാനമായി അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നാം കണ്ടത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ ശുശ്രൂഷ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഫ്രീഡം ഫ്രം ദ ലോ ഓഫ് ഡെത്ത്, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുക മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്, മറിച്ച് ഈ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിപ്പാൻ പണ്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നും അപ്പോസ്തലൻ പറയുക. അതാണ് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിനു തന്നെ. തുടർന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ എനിക്ക് സാധിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. ഉയരങ്ങളിലുള്ളത് ചിന്തിച്ച് ജീവിപ്പാൻ എനിക്ക് സാധിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ആത്മാവിനുള്ളത് ചിന്തിപ്പാൻ എന്നെ സഹായിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വി ഹാവ് എ മൈൻഡ് സെറ്റ്. ഞാൻ അത് പറഞ്ഞപ്പോൾ എപ്പോഴും സൂചിപ്പിച്ചിരുന്നു, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തില് പല ഇൻസിഡൻസ്, പാപ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. വരരുത്, അതാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാ, അത് വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാ? നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ എടുത്ത് നിരാശപ്പെട്ടു നാം പോകരുത്. അപ്പോസ്തലൻ നമ്മളെ ആഹ്വാനം ചെയ്യുക, നാം നിരാശപ്പെട്ടു പോകരുത്. എപ്പോഴും എൻ്റെ പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ. അതിങ്ങനെ പൊങ്ങിയും താന്നുമാ ഇതങ്ങ് എത്തുന്നത്. കാരണം എന്താണെന്നറിയാവോ? എപ്പോഴും ഓർത്തോണം, നാം നിന്നതല്ല, നമ്മെ അവിടുന്ന് നിർത്തുന്നതാണ്. അതുകൊണ്ട് ഗ്രാഫ് ചിലപ്പോൾ ഡൗൺ ആകും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ദൈവമേ എനിക്ക് പറ്റത്തില്ലല്ലോ, അവിടുന്ന് നിർത്തുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത്. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികൾ ജഡസ്വഭാവമുള്ളവരല്ല,
നമുക്ക് ആത്മസ്വഭാവമുള്ളവരത്രേ. എന്നിട്ട് താഴോട്ട് നമ്മൾ ചിന്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ പറയുക, ആത്മാവിന് മാത്രമല്ല ഈ മർത്യമായ ശരീരത്തിനും രൂപാന്തരം പ്രാപിച്ച് ജീവൻ ലഭിക്കും ആത്യന്തികമായിട്ട്. അതും ഉയർത്തെഴുന്നേൽക്കും. ഈ ശരീരവും രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ നാം കാണുന്നത്, നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിനാണ് നാം കടക്കാരായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രദ്ധിച്ചത് എന്താ? അത് നമ്മൾ അല്പം വിശദമായിട്ട് തന്നെ ആ 13-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിപ്പാനും അപ്രകാരം ജീവൻ പ്രാപിക്കാനും നമ്മെ സഹായിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് കണ്ടത്. എന്താണ് ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം? എനിക്ക് തോന്നുന്നു നമ്മളത് പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ പഠിപ്പീരുമായിട്ട് കണക്ട് ചെയ്താ കണ്ടതല്ലേ? ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് പാപകാരണമാകുന്നുവെങ്കിൽ ചുഴുന്നെടുത്ത് കളയുക. കയ്യ് വെട്ടിക്കളയുക എന്നൊക്കെ ദൈവത്തിന്റെ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നത് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്ത് മരിപ്പാനായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വരാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, മരിപ്പാനായിട്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ മിഷൻ പ്രദേശങ്ങളിൽ പോയി, വടക്കേ ഇന്ത്യയിലോ അതുപോലെ സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി മരിക്കുക, അങ്ങനെ ജീവിക്കുക, അങ്ങനെ ഒരു കോൾ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിലുപരി മരിപ്പാനായിട്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ മിസ് ഡീഡ്സിനെ മരിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. അതാ എടുക്കുന്ന ക്രൂശ്, അതാ കഷ്ടപ്പാട്. അതല്ലേ ശരിക്കും കഷ്ടപ്പാട്? ഹല്ലേലൂയ. ഇതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇങ്ങനെ ഈ നിലയിലുള്ള കൃത്യമായ വചനത്തിന്റെ പഠിപ്പീരുകളില്ല. ക്രൂശ് എടുത്തു വരിക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇതാ ശരിക്കും കഷ്ടപ്പാട്. എന്നെ അനുഗമിച്ച് എന്റെ രാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട്, എന്നോടൊപ്പം നിത്യതയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രൂശ് എടുത്തുള്ള ജീവിതം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചുകൊണ്ടുള്ള. എന്താണ് ശരീരത്തിന്റെ പ്രവർത്തികൾ? എങ്ങനെയാണ് ശരീരത്തിന്റെ പ്രവർത്തികൾ നമുക്ക് പാപകാരണമാകുന്നതെന്നും നമ്മൾ അതൊന്നും ചിന്തിപ്പാനായിട്ട് നമുക്ക് വീണ്ടും സമയമില്ല നമ്മുടെ മുൻപിൽ. ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിച്ചപ്പോൾ ഒരു പ്രധാന കാര്യം നമ്മൾ അവിടെ കണ്ടത്, ഇതിനകത്ത് എനിക്കൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. നമ്മുടെ ഇനീഷ്യേറ്റീവ് ആവശ്യമാണ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവത്തിന് തിരുവുള്ളം ഉണ്ടായിട്ടല്ലോ എന്ന് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാല, ദൈവത്തിന്റെ കരുണയാല സകലത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവ് അതിനകത്തുണ്ട്. നമ്മുടെ ഒരു ഡിസയർ ഉണ്ട്, നമ്മുടെ ഒരു ഡിസിഷൻ ഉണ്ട്, നമ്മുടെ ഒരു ഡിറ്റർമിനേഷൻ അതിനകത്തുണ്ട് എന്ന കാര്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. തുടർന്ന് നമ്മൾ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തെ മുഴുവനും നമുക്ക് ചിന്തിച്ച് തീർപ്പാനായിട്ടുള്ള സമയം നമ്മുടെ മുൻപിലില്ല. നമുക്ക് എത്രത്തോളം അതിന് ഭാഗത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയാനുണ്ട് എൻ്റെ പ്രിയരെ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുക. അല്പമേ പറഞ്ഞുള്ളൂ എങ്കിലും അത് വ്യക്തമായി മനസ്സിലാക്കി പോവുക. നമ്മുടെ ആത്മീയമായ നമ്മുടെ ഗുണീകരണത്തിന് അത് പ്രയോജനപ്പെടണം.
നമ്മൾ ഈ പഠിക്കുന്നതല്ല നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താനും നമ്മുടെ ആത്മീയമായ നമ്മുടെ ജീവിതത്തിന് ഗുണീകരണം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ഈ 14, 15, 16, 17 വാക്യങ്ങളിലെ പ്രധാന ചിന്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നു എന്നവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തലനായ വിശുദ്ധ പൗലോസിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവമക്കൾ എന്ന പദവിയിലാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ നോക്കൂ. ദൈവമക്കൾ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ദൈവമക്കൾ എന്ന പദവി നാം അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാ കിടക്കുന്നത്. അത് മറന്നു പോകരുത്. ഞാനത് കൃത്യമായി മനസ്സിലാക്കണേ പ്രിയരെ. ദൈവമക്കൾ എന്ന പദവി ഇപ്പോ, ഹല്ലേലൂയ, ഞാൻ അവകാശപ്പെടുക ഞാൻ ദൈവമകനാണ്. അതെന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. ഞാനത് വ്യക്തമാക്കാം. നമുക്കതൊന്ന് അല്പം വ്യക്തമായിട്ട് മനസ്സിലാക്കി പോയാലേ അത് ശരിയാവുകയുള്ളൂ. ഹല്ലേലൂയ. കാരണം എൻ്റെ പ്രിയരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇതൊന്നും അത്ര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കേൾക്കാൻ അത്ര ഇമ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് നമ്മുടെ നിത്യതയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി തന്നെ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇപ്പൊ എന്നോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുക. ഞാനൊരു ദൈവമകനാണെന്നുള്ള ഉറപ്പും ദൈവമകനാണെന്നുള്ള ഒരു തിരിച്ചറിവും ദൈവമകനാണെന്നുള്ള ഒരു ബോധ്യം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇതാണ് ആ കാര്യങ്ങൾ ആ ഭാഗത്ത് നാം കാണുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ 4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാലും. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രയെ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവമക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. വിവിധമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ ഉള്ളങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ. 7-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന sin that indwelling in us എന്നതിനെ കുറിച്ചാണ് നാം കണ്ടതെങ്കിൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് that indwelling in us എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ബ്രദറെ, നമ്മൾ ദൈവമക്കളാണെന്ന് അല്ലെങ്കിൽ ഞാൻ ദൈവമകനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളങ്ങളിൽ ഒരു വലിയ ബോധ്യവും ഉറപ്പും തിരിച്ചറിവും എനിക്ക് തരുന്നു. അതെങ്ങനെയാ എനിക്ക് ആ തിരിച്ചറിവും ആ ബോധ്യവും ഉറപ്പും ലഭിക്കുന്നത്? ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ 4 വാക്യങ്ങളിലൂടെ 4 കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിലൂടെ നമ്മളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ 4 കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ഞാൻ അതിന്റെ നക്ഷലായിട്ടൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയായി. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം,
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒന്നാമത്, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് നമ്മെ നടത്തുന്നു. ഇത് 13ാമത്തെ വാക്യത്തോട് ചേർത്ത് വേണം ചിന്തിക്കാൻ. കാരണം മലയാളം ട്രാൻസ്ലേഷനിൽ ഇല്ലാത്ത ഒരു വാക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഉണ്ട്. 13ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്തുകൊണ്ടെന്നാൽ, ബിക്കോസ്. നിങ്ങൾ ഇംഗ്ലീഷ് നോക്കിക്കേ, അവിടെ ഉണ്ട് ഒരു ഫോർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചില ട്രാൻസ്ലേഷനിൽ. ചില ട്രാൻസ്ലേഷനിൽ ബിക്കോസ് എന്നുണ്ട്. അത് നമുക്ക് മലയാളം ട്രാൻസ്ലേഷനിൽ കാണാൻ സാധിക്കില്ല. ജഡത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുന്നവർ ജീവിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജഡത്തിന്റെ, ശരീരത്തിന്റെ മിസ് ഡീഡ്സിനെ മരിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. ഇവരാ ദൈവമക്കൾ. ദൈവാത്മാവ് നടത്തുന്നവർ, നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന ശരീരത്തിന്റെ പ്രവർത്തികളെ കൊന്നു ജീവിക്കുന്നവർ, അവരാ ദൈവമക്കൾ. അപ്പോ ഒന്നാമത് പറയുകയാ, ദൈവാത്മാവ് നടത്തുന്നവർ. എങ്ങനെയാ ബ്രദറെ ഞാൻ ദൈവമകനാണെന്നുള്ള ബോധ്യവും ഉറപ്പും എനിക്കുണ്ടാകുന്നത്? ഒന്നാമത്, ദൈവാത്മാവ് നടത്തുന്നവരായിരിക്കും അവര്. മനസ്സിലായോ? ഇങ്ങനെ നടത്തുന്നവരാ ജീവിക്കുന്നത്. അവരാ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. അങ്ങനെയാണ് വചനത്തിൽ പറയുന്നത്. നമുക്കത് വിശദീകരിച്ച് കാണാം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ദൈവാത്മാവ് നടത്തുന്നു എന്ന് പറയുമ്പോ ഹോളി സ്പിരിറ്റിന്റെ പേര് തന്നെ പരിശുദ്ധ ആത്മാവെന്ന്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ വിശുദ്ധീകരണത്തിലേക്കാണ് നടത്തുക, അല്ലെ? വിശുദ്ധീകരണത്തിലേക്ക്. ഹോളി സ്പിരിറ്റ് ലീഡ്സ് us to holiness. അപ്പോ ഒന്നാമത്, ദൈവമക്കൾ ആരാ എന്ന് ബോധ്യം എങ്ങനെ ഉണ്ടാകും? ഒന്നാമത്, അവര് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കും. 2, അതിന്റെ 15ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെത്രേ പ്രാപിച്ചത്. രണ്ടാമത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭയം മാറി സ്വാതന്ത്ര്യം വരും. ദൈവമക്കൾ ആരാ? ഭയത്തോടെയല്ല, ക്രിസ്തുവേശുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണ്. സ്പിരിറ്റ് ഓഫ് ഗാഡ് റീപ്ലേസസ് ഫിയർ ഇൻ റിലേഷൻ ടു ഗാഡ്. ഫിയർ മാറി ഫ്രീഡം വരും. സീ, ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാ, ഫ്രീഡം. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദാസ്യത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് മാറും. അത് എനിക്കെങ്ങനെയാ ഞാൻ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ജീവിക്കുന്നത് കർത്താവിനോടുള്ള ബന്ധത്തിൽ ഭയത്തിലല്ല, ആ സ്വാതന്ത്ര്യത്തിലായിരിക്കും. അതും നമുക്ക് അല്പം വിശദമായിട്ട് തന്നെ ചിന്തിക്കേണ്ടി വരും. ഇവിടെയൊക്കെ നമുക്ക് തെറ്റായിട്ട് മനസ്സിലാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഫ്രീഡം എന്ന് പറയുന്നത് പലരും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. മൂന്നാമത്തത്, ഹല്ലേലൂയ, രണ്ടാമത്തത് നമുക്ക് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. മൂന്നാമത്തത്, ആ 15ാമത്തെ വാക്യത്തിൽ തന്നെ അബ്ബാ പിതാവേ. ഹല്ലേലൂയ. നമ്മള് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓർ ത്രൂ ദ ഹോളി സ്പിരിറ്റ്, ബൈ ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് വി ഹാവ് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് ടു കോൾ ഗോഡ് ദ ഫാദർ. ഗോഡ് ഫാദർ.
എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാനായിട്ടുള്ള സ്വാതന്ത്ര്യം. ഞാന് എൻ്റെ പ്രിയരെ, ശരിക്കും രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എനിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാനായിട്ടുള്ള ഒരു എനിക്കറിയത്തില്ല നിങ്ങളുടെ കാര്യത്തിൽ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ശരിക്കും വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, ശരിക്കും രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവന് ഉള്ളത്തിൽ നിന്ന് വിളിക്കാൻ പറ്റും അപ്പാ എന്ന്. അല്ലാത്തവര് ചിലപ്പോ പെരിഫറൽ ആയിട്ട് വിളിക്കും, പക്ഷെ അത് ഉള്ളത്തിൽ നിന്ന് വിളിക്കണമെങ്കിൽ ആ സൺഷിപ്പിലേക്ക് വരണം എൻ്റെ പ്രിയരെ, എന്നാലേ അത് ഉള്ളത്തിൽ നിന്ന് വരൂ. അത് നമ്മൾ വീണ്ടും ജനിച്ചവരാണെന്നുള്ള ഒരു തെളിവാണത്. അത് നമുക്കത് ഫീൽ ചെയ്യാം. നമുക്ക് എല്ലാരെയും മറക്കാം, പക്ഷെ എനിക്ക് എന്നെ മറക്കത്തില്ലല്ലോ. നമുക്കതറിയാം. എനിക്ക് ഉള്ളങ്ങളിൽ നിന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും. അപ്പച്ചാ, യേശു അപ്പാ. ഹല്ലേലൂയ. അതാ മൂന്നാമത്തത്. It helps us. The Holy Spirit helps us to call God Father. നാലാമത്തത്, ഹല്ലേലൂയ, നാലാമത്തത് ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള ലൈഫിനെ ബന്ധപ്പെടുത്തിയാ പറയുന്നതെങ്കിൽ 17ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അത് ഇനി വരുവാനുള്ള നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ കാര്യം, our future is secure. Hallelujah. Our future is secure. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന്റെ അവകാശികൾ, അവരാ ദൈവമക്കൾ. ഈ ഉറപ്പ് ഞാൻ രക്ഷിക്കപ്പെടാത്ത ഒരുവനോട് പറഞ്ഞ, ദൈവത്തെ അപ്പ എന്ന് ഉള്ളങ്ങളിൽ നിന്ന് വിളിക്കാൻ പറ്റാത്തവനോട് പറയാൻ മനസ്സിലാവില്ല. എനിക്കറിയാം, നമുക്ക് ആ ഉറപ്പുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ തരുന്ന ഉറപ്പാണ് എൻ്റെ പ്രിയരെ. അതാ അപ്പോസ്തലൻ പറഞ്ഞു വരുന്നേ. 8:23 വായിക്കേ. 8:23 വായിക്കുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനകത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഹല്ലേലൂയ. ആത്മാവിനെ ആദ്യദാനം എന്നാ വിളിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആത്മാവിനെ അച്ചാരം എന്നാ വിളിച്ചിരിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വിളിച്ചിരിക്കുന്നത് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ 4 കാര്യങ്ങൾ അപ്പോസ്തലൻ ഈ 4 വാക്യങ്ങളിലൂടെ നമ്മളോട് അറിയിക്കുക. എന്താ? ഞാൻ ദൈവ മകനാ എന്നുള്ള ഉറപ്പ്. എൻ്റെ പ്രിയരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിളിയും ഉറപ്പും, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ആ ഉറപ്പ് നമുക്ക് ലഭിക്കണം. ഹല്ലേലൂയ. അത് നമ്മളെ ജീവനിൽ നടത്താനായിട്ട് സഹായിക്കും. ഹല്ലേലൂയ. അപ്പോ വെറുതെ ദൈവമക്കളാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ എനിക്ക് ബോധ്യം വരും? അതെനിക്ക് എങ്ങനെ ഉറപ്പാക്കാനായിട്ട്, അതെനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒന്നാമത് 8:14 ഞാനൊന്ന് വായിക്കാവുന്നൂടെ. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് 13ാമത്തെ വാക്യത്തിന്റെ ഒരു വിശദീകരണമാണ്. 13ാമത്തെ വാക്യത്തിന്റെ ഒരു വിശദീകരണമാണ് ഈ 14ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, അല്പം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയിട്ട് പോകരുത്. എനിക്കറിയാം ഇതത്ര, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര കർണരസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് പഴയ നിയമമല്ല, നമ്മുടെ ആദിമ സഭയെ എടുത്തു നോക്കിക്കേ. നമ്മൾ ആദിമസഭയുടെ ആ ട്രെൻഡ്, അതിൻ്റെ ആ ക്രമം ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസിൽ നിന്ന്. അതാണ് നമുക്കുള്ള ആ ഏക റെക്കോർഡ്. നമ്മൾ ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസ് വായിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തുടർന്ന് നമ്മൾ 4
അപ്പസ്തോലന്മാർ എഴുതിയ സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോഴും തുടർന്ന് വരുന്ന എപ്പീസൽസ് നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ക്രിസ്ത്യൻ റിലീജിയൻ ഇസ് എ ടീച്ചിങ് റിലീജിയൻ, അല്ലേ? ടീച്ചിങ് റിലീജിയനാണ്. അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുക ചെയ്ത് പല പ്രസംഗത്തിലൂടെ, ക്ലാസ്സുകളിലൂടെയൊക്കെ പഠിപ്പിക്കുക ചെയ്തത്. ദൈവവചനത്തെ പഠിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അത്ര രസകരമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മുടെ ഗുണിയും നമ്മുടെ നിത്യതയ്ക്ക്, നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിന്റെ ഒരു വിശദീകരണമാണ് 14-ാമത്തെ വാക്യം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവരെ വിളിക്കുന്ന മറ്റൊരു പേരാ ദൈവാത്മാവ് നടത്തുന്നവർ. ആരെയാ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവരെ. ചിന്തിച്ചോണം, ഈ നിലയിൽ ഞാൻ ദൈവമകനാണോ? ഈ ഒരു കാര്യം എന്നിൽ നടക്കുന്നുണ്ടോ? ശരീരത്തിന്റെ പ്രവർത്തികളാകുന്ന അസൂയയും വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും ദുഷ്ചിന്തയും ദുഷ്കണ്ണും വെടക്ക് കണ്ണും ദുർമനസാക്ഷിയൊക്കെ വെച്ചോണ്ട് ആണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ മീ. ദൈവാത്മാവിന്റെ നടത്തിപ്പില്ല. നാം ചിന്തിച്ചോണം എന്റെ പ്രിയരെ. ദൈവാത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജീവിക്കുന്നവരാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, അല്ലെങ്കിൽ ദൈവമക്കൾ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതെനിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത് ബ്രദറെ? ഇതെനിക്ക് എങ്ങനെയാ ഇതിന്റെ ഉറപ്പും ബോധ്യവും തിരിച്ചറിവും ലഭിക്കുന്നത്? അതിനുള്ള ആൻസറാ ഒന്നാമത്തെ. ഇതെന്നിൽ സംഭവിക്കുന്നുണ്ടോ? എന്റെ പ്രിയരെ, ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പാനായിട്ടുള്ള പ്രേരണയും ശക്തിയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ തരും. പരിശുദ്ധാത്മാവിന്റെ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തെ നമുക്കറിയാം, കർത്താവുമായിട്ടുള്ള ആ ഊഷ്മള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? ഞാനിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ആരോഗ്യപരമായ ഊഷ്മളമായിട്ടുള്ള ബന്ധം, ഊഷ്മളമായ ആ ജീവൻ, ആ റിലേഷനിലേക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇതിനുള്ള ശക്തിയും പ്രേരണയും തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രേരണ തരും, ശക്തിയും നൽകും. ഹല്ലേലൂയ. ഇവിടെ ഒരു തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാനത് നമ്മുടെ ഇടയിൽ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ. ചിലതിങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളിൽ ലിറ്ററലായിട്ട് ഞാനത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസോടെ കേട്ടിട്ടുള്ളത് കൊണ്ട് പറയുക, ആരും പറഞ്ഞു കേട്ടതല്ല. ഞങ്ങൾ പണ്ട് ഓൺലൈനിലായിരുന്നപ്പോൾ ഞങ്ങൾ കേട്ടിട്ടുള്ളതും പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില പ്രത്യേക അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ചില പ്രത്യേക ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപം ചെയ്യാനേ പറ്റത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് പിന്നെ നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയായി. നമ്മൾ പിന്നെ വേറൊരു ഒരു ഒരു തലത്തിലേക്ക് മാറി ആ നിലയിൽ അങ്ങ് പോവുകയാണ്. ക്രിസ്തു യേശുവിൽ ദൈവമക്കളെ, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി കാറ്റഗോറിക്കൽ. ഹോളി സ്പിരിറ്റ് ഒരിക്കലും ആരെയും കമ്പൽ ചെയ്യുന്നില്ല. ഹോളി സ്പിരിറ്റ് ഒരിക്കലും ആരെയും ബോധം കെടുത്തി അവരെ അങ്ങ് ബാധിച്ച്, ഞാൻ പറയുന്ന വാക്കുകൾ എനിക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മതയോട് തന്നെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും ബോധം കെടുത്തി അവരെ അങ്ങ് ബാധിച്ച് അവർക്കിഷ്ടമില്ലാത്തതിലൂടെ കൊണ്ടുപോകത്തില്ല.
ഹല്ലേലൂയ. അതെന്താ അതെന്താ ബ്രദറെ? അതിനുള്ള അതെങ്ങനെ അത്ര ഉറപ്പിച്ചെന്ന് പറയാൻ സാധിക്കും? എഫേസ്യർ 4:30. എന്താ എഫേസ്യർ 4:30? ഹല്ലേലൂയ. എഫേസ്യർ 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാ വായിക്കുന്നത്. 4:30, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. കാരണം എനിക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോ ശക്തിയോ അല്ലെങ്കിൽ എന്നിൽ പ്രേരണ തരുമ്പോൾ എനിക്ക് അതിനോട് ചെറുത്തു നിൽക്കാം. എനിക്ക് അതിനെ ഡിലേ ചെയ്ത് ജീവിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതിരിക്കാം. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ പറയുക, ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ദുഃഖിപ്പിക്കാൻ പറ്റാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി അങ്ങ് ബാധിച്ച് അവന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അവൻ എടുത്തോണ്ട് പോവുക. ഇഷ്ടമില്ലാത്ത സ്ഥലം ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ദൈവത്തിന്റെ രീതിക്ക്, ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് പോകാൻ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്റെ മനസ്സുകൊണ്ട് ഞാനൊരു ഡിസിഷനും എടുത്തിട്ടില്ല, ഒരു ഡിറ്റർമിനേഷനും ഇല്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് ബാധിച്ചിട്ട് അങ്ങ് എടുത്തോണ്ട് പോകുന്നു ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ച്. അങ്ങനെ ഇല്ലെന്നേ. എനിക്കിഷ്ടമില്ലാത്ത, ഞാൻ അനുവദിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ വലിച്ചോണ്ടു പോകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവമകനിൽ ശക്തമായ പ്രേരണ നൽകും. അതുണ്ട്, പ്രേരണ നൽകും, ഒപ്പം ശക്തിയും നൽകും. ഹല്ലേലൂയ. നിങ്ങൾ ആ എഫേസ്യ ലേഖനം അതിന് മുൻപുള്ള വാക്യങ്ങളും ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ. 4-ാം അധ്യായത്തിന്റെ മുൻപുള്ള ഭാഗത്ത് നിങ്ങൾ നന്മ തമ്മിൽ അവയവങ്ങളല്ലോ, പിശാചിന് ഇടം കൊടുക്കരുത്, ഹല്ലേലൂയ എന്നൊക്കെയാ പറയുന്നത് അല്ലേ. ഭോഷ്ക് ഉപേക്ഷിക്കണം. ആ ഭാഗം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ ഭാഗത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭോഷ്ക് ഉപേക്ഷിക്കണം, നുണ പറയരുത്, തമ്മിൽ കലഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയുന്നത് എഫെസോസ് എവിടെ, ആരാ? എഫെസോസ് ചർച്ച് എന്ന് പറഞ്ഞ സ്റ്റാർഡം ലൈക്ക് അപ്പോസിൽസ് ശുശ്രൂഷിച്ച സഭയാ എഫെസോസ് സഭ അല്ലേ. അപ്പോസ്തലനായ യോഹന്നാൻ, തിമോത്തി, പോള് ഇവരൊക്കെ ശുശ്രൂഷിച്ച സഭയാണ്. ഇവരൊക്കെ ശുശ്രൂഷിച്ച സഭയുടെ അന്ത്യം എന്തെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? നിനക്ക് മാറ്റം വന്നില്ല, ഞാൻ വിളക്ക് മാറ്റിക്കളയും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കരുതല്ലോ. അങ്ങനത്തെ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ബാധിച്ച് അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. നമ്മളത് കൃത്യമായിട്ട്, കാരണം നമ്മൾ ആ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഭാഗങ്ങളെ മനസ്സിലാക്കിയിരിക്കണം എൻ്റെ പ്രിയരെ. അതുകൊണ്ട് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവരാണ് ആത്മാവ് നടത്തുന്നവർ. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താ? അവർ ജീവിക്കും. അവർ ദൈവമക്കളാണ്. ജീവിക്കുന്നവരാ ദൈവമക്കൾ എന്ന് വെച്ചാൽ നിത്യജീവനിലേക്ക് കടക്കുന്നവരാ ദൈവമക്കൾ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കോൾഡ് ചിൽഡ്രൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ദൈവമക്കൾ എന്ന പദവി, അവരെ കുറിച്ച്, എല്ലാവരും ദൈവമക്കളാ. ആ ജനറൽ സെൻസിലല്ല, രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് നമ്മളിന്ന് പാടിയതുപോലെ ആ പ്രത്യാശയിലായിരിക്കുന്നവരെ കുറിച്ചവർ. അവർ ജീവിക്കുന്നവരാ. ഇങ്ങനെ ജീവിക്കുന്നവരാ ദൈവമക്കൾ. ഇവർക്ക് ദൈവവുമായിട്ട് ഒരു പിതാവ് മകൻ എന്ന ഊഷ്മള ബന്ധമാണ്. ഇവർക്ക് ദൈവവുമായിട്ട് ഒരു അപ്പൻ മകൻ എന്ന ഊഷ്മള ബന്ധത്തിന്റെ മാധുര്യവും
സൗരഭ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് പറ്റത്തില്ല. എന്റെ പ്രിയരെ, പലരും ഇന്ന് പറയുന്നുണ്ട്, ബ്രദറെ, ഈ ദിനങ്ങളിൽ ഭയങ്കര ഡ്രൈയാ, ചർച്ച് ഡ്രൈയാ, ആത്മീയ ജീവിതം ഡ്രൈയാ, കുടുംബജീവിതത്തിന്റെ ബന്ധങ്ങൾ ഡ്രൈയാ. എന്താ കാരണം? നമ്മുടെ ശരീരത്തിന്റെ മിസ്ഡീഡ്സിനെ മരിപ്പിച്ചുള്ള ജീവിതം ഇല്ല. ഒരു ദൈവമകന്റെ ശക്തിയും ബലവും അവന്റെ വിശുദ്ധ ജീവിതമാണ് എൻ്റെ പ്രിയരെ. ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മ പറഞ്ഞിട്ടുള്ള വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. ഈ ഡ്രൈനെസ് വരുന്നത് ബന്ധം പോകുമ്പോഴാണ്. ബന്ധം പോകാൻ കാരണം എന്താ? ആത്മാവ് പ്രേരണ നൽകും, ബട്ട് വി ആർ റിലക്റ്റന്റ് ടു ദാറ്റ്. ആത്മാവ് പ്രേരിപ്പിക്കും, പക്ഷെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്റെ പ്രിയരെ, ദൈവമക്കളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണ, ഇമ്പൾസ് ഭയങ്കര സ്ട്രോങ് ആട്ടോ, ഭയങ്കര സ്ട്രോങ് ആ. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത് എന്താണ്? എങ്ങനെയാ എനിക്ക് ബോധ്യം വരുന്ന? ദൈവാത്മാവ് നടത്തും. ദൈവമക്കൾ എന്ന ആ ബോധ്യവും ഉറപ്പും തിരിച്ചറിവും എനിക്ക് എങ്ങനെ? ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാ. ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മ കഴിഞ്ഞ് തിരിച്ച് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ചിന്തിച്ചോണം, ഞാൻ ഈ കാറ്റഗറിയിലാണോ? ഞാൻ വെറുതെ എങ്ങനെ ദൈവമാനാണെന്ന് പറയുന്നതേ ഉള്ളോ? എവ്രിഡേ ലൈഫില് ആ അപ്പൻ മകൻ ബന്ധത്തിൽ എനിക്ക് അതിന്റെ മാധുര്യവും ഊഷ്മളതയും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. രണ്ടാമത്, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ് ഇൻവെൻസ് ഇൻ us is equal to sonship. പുത്രത്വത്തിന്റെ ആത്മാവ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം അല്പം കൂടെ അതൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നിങ്ങൾ മക്കളാകുക കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ച്, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. സ്വപുത്രന്റെ ആത്മാവ്. അതല്ലേ നമ്മള് 11-ാമത്തെ വചനത്തിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. സ്വപുത്രന്റെ ആത്മാവ്. ഭയം മാറി സ്വാതന്ത്ര്യം തരുന്ന ആത്മാവ്. ഹല്ലേലൂയ. എന്തായിരുന്നു ഭയം? എന്ത് ഭയമാ മാറിയത്? അത് ചോദിച്ചോട്ടെ, എന്ത് ഭയമാ മാറി? 8-1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധി എന്നുള്ള ഭയം, ശിക്ഷാവിധി. ന്യായാധിപതിയായി ശിക്ഷിക്കുവാൻ നിൽക്കുന്ന ഒരു ന്യായാധിപന്റെ സ്ഥാനത്താ ദൈവം. ആ അനുഭവത്തിൽ നിന്ന്
പിതാവെന്ന സ്നേഹിക്കുന്ന പിതാവെന്ന അനുഭവത്തിലേക്ക് വന്നു. അതായി ഭയം മാറി എന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയരെ, ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോ രക്ഷിക്കപ്പെട്ടു ദൈവമകനാണെന്ന് ഈ ഭയമില്ല പ്രിയരെ. നിങ്ങളല്ല എങ്കിൽ ഒരു ഡിനോമിനേഷനിൽ നാമധേയ ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കൂ, അവൻ ഭയത്തിൽ നിന്നാ ജീവിക്കുന്നത്. ഉറപ്പാ. നമുക്കറിയണ്ടോ, നമുക്ക് വർഷങ്ങളായിട്ട് ആ ഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചുകൊണ്ട് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവാത്ത. നമ്മൾ ഒരിക്കലും ഈ ഭയത്തിലായിരുന്നു. നമ്മൾ ആ ഭയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. കുറെ കാലമായല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്തെങ്ങാനും രക്ഷിക്കപ്പെട്ട അടുത്ത സമയത്തെങ്ങാനും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായേനെയായിരുന്നു. ഭയം മാറി, പിതാവെന്ന ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. കാരണം നമുക്കിപ്പോ ദൈവത്തെക്കുറിച്ച്, കാരണം നമ്മൾ ദൈവമക്കളായിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഭയം ഇല്ലാത്തത്. അവർക്ക് ആ ഭയമാ. നിങ്ങൾ അവരോട് സംസാരിച്ചു നോക്കി, അവർക്ക് ആ ഭയത്തിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. അത് എന്തിന്റെയൊക്കെ ആത്മാവാ? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ്. യഹോവ ഭക്തി എന്ന് വെച്ചാൽ, ഭക്തി എന്നുള്ളത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്നുള്ളത് സ്നേഹത്തിൽ നിറഞ്ഞ ഭയം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നൊരു ഭയമുണ്ട് നമുക്ക്, ഇല്ലേ? ഉണ്ട്. ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അടിക്കാൻ നിൽക്കുന്ന ഒരു ന്യായാധിപൻ തന്നെയുള്ള ദൈവബന്ധൻ ആ നിലയല്ല നമ്മൾ ദൈവത്തെ കാണുന്നത്. നമുക്ക് ദൈവത്തോടുള്ള ഒരു സ്നേഹം, ബഹുമാനത്തിൽ നിന്നൊരു ഭയമുണ്ട്. ഈ ഭയം മാറി എന്ന് പറഞ്ഞ ഈ റോമാലേഖനം 8-15 കിടക്കുന്നത് ഭയപ്പെടേണ്ടതിന്. ഭയം മാറി എന്ന് പറഞ്ഞ ദൈവഭയം പോയെന്നല്ല, ശിക്ഷിക്കാൻ നിൽക്കുന്ന ദൈവം എന്നുള്ള ആ ഭയത്തിൽ നിന്ന് സ്നേഹനിധിയായ പിതാവ്, ആ ബഹുമാനവും സ്നേഹത്തിൽ നിന്നുള്ള സ്നേഹവും ബഹുമാനവും ഒന്നിച്ചു വരുമ്പോഴാണ് ആ ഭയം എന്ന ആ വികാരം നമ്മളിൽ ഉണ്ടാവുന്നു. അതൊരു ഭയമാണ്. സ്നേഹവും ബഹുമാനവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മറ്റേ ഭയത്തില് സ്നേഹവും ബഹുമാനവുമല്ല, മറ്റേ ഭയത്തില് പേടിയും ശിക്ഷയുമാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹവും ബഹുമാനവും. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വേദനയോടെ ഞാൻ നിങ്ങളോട് അതും കൂടെ ഷെയർ ചെയ്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് അടുത്ത 2 കാര്യങ്ങൾ ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. ഓൾറെഡി നമ്മുടെ ടൈം ആയല്ലോ. ചില സമയത്ത് നിങ്ങളും ജനറലി നോക്കിയാൽ, നമ്മുടെ തലമുറകളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ദൈവഭയമില്ല. നമ്മളിൽ എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആൾക്കാരും സമുദായത്തിൽ നിന്നിട്ട് അതിനെ വിട്ട്, അതിലെ പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലായി ആ തെറ്റായ കാര്യങ്ങൾ വിട്ടുപോകുന്നവരാണ്. പക്ഷെ സമുദായത്തിൽ നാം കാണുന്ന ചില ശരികളും പോന്നോ എനിക്ക് സംശയം തോന്നുന്നതാണ്. നമ്മൾ ഈ രക്ഷിക്കപ്പെടാത്തവർ എന്ന് വിശേഷിപ്പിക്കുന്ന അനേകർ, നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന അനേകർ, അവരുടെ ഉള്ളങ്ങളിലുള്ള ദൈവിക സാന്നിധ്യ ബോധം പോലും നമുക്കിന്നില്ല, ഇല്ലേ?
ഇന്നങ്ങനെയല്ലേ? സഭായോഗത്തിൽ വന്നിട്ട് അലക്ഷ്യമായിട്ടിരിക്കും, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. സഭായോഗം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. കർത്തൃമേശ പോലും വളരെ അലക്ഷ്യമായിട്ട്. ഭയഭക്തിയില്ല. ഭയം ബഹുമാനവും സ്നേഹത്തിൽ നിന്നുണ്ടാവണം. ഭയം പോയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നത് പോലെ എന്നല്ല, അവിടെ നമുക്ക് തെറ്റുവാ. ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് എന്ന് വന്നാൽ അതിനെ നമ്മൾ ഫ്രീക്വൻസി ഒരുപാട് അടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്നേഹവും നമുക്ക് നഷ്ടപ്പെട്ടു, അതിനൊന്നും ലഭിക്കുന്ന ഭയം നഷ്ടപ്പെട്ടു പോകരുത്. എപ്പോ വേണേലും സഭായോഗത്തിൽ കടന്നു വരാം, എപ്പോ വേണേലും ഇറങ്ങിപ്പോവാം, അലക്ഷ്യമായിട്ടിരിക്കും. കർത്തൃമേശ പോലും അലക്ഷ്യമായിട്ട് നമുക്ക് അതിനൊന്നും ഒരു മടിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അതിനൊപ്പം ഒരു മടിയൊന്നുമില്ല. നമ്മൾ ഈ നാമധേയ സമുദായങ്ങളുള്ളവർക്ക് അവർക്കുള്ള ആ ഒരു ദൈവത്തോടുള്ള ഭയം പോലും നമുക്കില്ല. ആ ദൈവിക സാന്നിധ്യ ബോധം പോലും നമുക്കില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, ബ്രദർ, ഐ ഹാവ് ദി സ്പിരിറ്റ് ഓഫ് ദി പെന്റക്കോസ്റ്റൽ സ്പിരിറ്റ്. പെന്റക്കോസ്റ്റ് അനുഭവമുള്ളവർ. അപ്പോസ്തലനായ പൗൽ പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തെ ഭയപ്പെടണം എന്ന് വിചാരിച്ച് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. We should persuade every man that we should fear God. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല, തെറ്റ് ചെയ്തു കഴിയുമ്പോ എന്റെ ദൈവത്തിന്റെ ഉള്ളങ്ങളെ വേദനിപ്പിച്ചല്ലോ എന്ന ഭയം. അത് രണ്ടും രണ്ടാ. അത് സ്നേഹമുള്ളവർക്കേ വരുള്ളൂ. ആ ഒരു ഊഷ്മള ബന്ധമുള്ളവർക്ക് അത് കാണും. ഇല്ല, അങ്ങനെയല്ലേ? നമുക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടവുമുള്ള ആൾക്കാരുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ കഴിവതും ചെയ്യില്ല. കാരണം അവരെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട്, അവരുമായിട്ട് നമുക്കൊരു ഊഷ്മള ബന്ധമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ ഒരു ബന്ധം നമുക്ക്, ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം. അത് നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവമക്കളാ, ഞാൻ ദൈവമകനാ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാരണമുണ്ട്, അതിനകത്ത് കഴിവുണ്ട്. ദൈവമക്കൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാ. ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാതെ തോന്നിയ വഴിക്ക് നടന്നിട്ട് ദൈവമകനാണെന്ന് പറഞ്ഞാൽ വെറുതെ വാഗൊണ്ട് പറയാന്നേ ഉള്ളൂ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതൊന്നും അല്ല. വെളിച്ചവും ഇരുട്ടും തമ്മിൽ എന്ത് ബന്ധം എൻ്റെ പ്രിയരെ? ദൈവം വെളിച്ചമാകും, പാപം ഇരുട്ടാകും. പാപം ഉള്ളിൽ വെച്ചോണ്ട് വെളിച്ചമാകുന്ന ദൈവത്തിന്റെ കൂടെയാ ഞാനെന്ന് പറഞ്ഞാൽ അത് ചേർന്ന് പോകത്തില്ല. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് പോകത്തില്ല. വെറുതെ പറയാം, ഞാൻ വെളിച്ചത്തിലാ ദൈവത്തിന്റെ കൂടെയാ നടക്കുന്നതെന്ന്. ഉള്ളിൽ ഇത് വെച്ചുകൊണ്ട് അത് വെളിച്ചവും ഇരുട്ടവും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവും ഇല്ല. ദൈവവും സാത്താനും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഞാന് ദൈവമകനാണെന്നുള്ള ബോധ്യവും ഉറപ്പും തിരിച്ചറിവും എങ്ങനെയാ എനിക്ക് ലഭിക്കുന്നത്? അപ്പോസ്തലൻ പറയുക, ഒന്നാമത്, നീ ദൈവമകനാണെങ്കിൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനായിരിക്കും. എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ദൈവാത്മാവിന്റെ പ്രേരണയാലും ശക്തിയാലും മരിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ചെയ്യുന്നവനായിരിക്കും. രണ്ടാമത്, ഭയം മാറി ഒരു സ്വാതന്ത്ര്യം, പുത്രത്വം അനുഭവിക്കുന്നവനായിരിക്കും. അവൻ പാപം ചെയ്യാതിരിക്കുന്നത് ശിക്ഷയെ പേടിച്ചായിരിക്കില്ല, എൻ്റെ അപ്പന്റെ ഉള്ളം വേദനിക്കുമല്ലോ എന്നുള്ള ആ ഭയത്തിൽ നിന്നാണ്.
ഈ നിലയിലാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയ റിച്ചാർഡ് പാസ്റ്റർ